ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കെടുകാര്യസ്ഥതയുടെ വാർത്തയിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൻ്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. എവിടെയാണോ അത്യാവശ്യം വേണ്ട പണികൾ വേണ്ടത് അതെല്ലാം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണ്. 2019 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പക്ഷേ ഇന്നും അത് പകുതി വഴിയിൽ തന്നെ കിടക്കുകയാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്ന് പോകാം. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിസ്ന, എന്തുകൊണ്ടാണ് ഈ വൈറോളജി ലാബിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പുരോഗമിക്കാതെ, ഒട്ടും മുന്നോട്ട് പോകാതെ ഇങ്ങനെ കിടക്കുന്നത്? തീർച്ചയായും വീണ, ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന ഒരു ആരോഗ്യമന്ത്രിയുള്ള കാലത്താണ് ഇത്തരത്തിൽ, അതായത് നമുക്കറിയാം ഈ നിപ്പയൊക്കെ ആശങ്ക വിതച്ച കാലത്താണ് സംസ്ഥാനത്തൊരു വൈറോളജി ലാബ് എന്നൊരു ആവശ്യം പ്രധാനമായും കോഴിക്കോട് തന്നെ വേണമെന്നൊരു ആവശ്യം പ്രധാനമായും ഉയരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ICMR 2019 കോഴിക്കോട് ഒരു വൈറോളജി ലാബ് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും 5.5 കോടി രൂപ അതിനായി അനുവദിക്കുകയും ചെയ്തു. 2019 കഴിഞ്ഞു, ഇന്നിപ്പോൾ 2025 നിൽക്കുമ്പോഴും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെ എത്തി എന്നത് വലിയ ചോദ്യചിഹ്നമായി തന്നെ ഉയരുന്നൊരു സാഹചര്യമാണ് വീണ നിലവിലുള്ളത്. ഈ 2019 നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പിന്നീട് കോവിഡിന് ശേഷം നിർമ്മാണം പിന്നീട് പുനരാരംഭിക്കുന്നത് 2022 ആ കാലഘട്ടത്തിൽ തന്നെ ഇതിന്റെ എസ്റ്റിമേറ്റ് തുക 11 കോടി രൂപയായി ഉയർത്തുകയും ചെയ്തു. 5.5 കോടിയിൽ നിന്നും 11 കോടി രൂപയായി ഉയർത്തി. പക്ഷേ 2024 ICMR ഉത്തരവിറക്കിയിരുന്നു. അതായത് ഈ ലാബിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നൊരു ആവശ്യം സംസ്ഥാന സർക്കാരിനോട് പറയുന്നത്. പക്ഷെ അത്തരത്തിൽ ഈ ലാബിന്റെ നിർമ്മിതി ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെയൊക്കെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് എന്ന ചോദ്യത്തിന് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് കരാറുകാരുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ. അതായത് ആദ്യഘട്ടത്തിൽ കരാർ ഏറ്റെടുത്ത ആളുകളല്ല പിന്നീട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ ഈ വൈറോളജി ലാബിന്റെ നിർമ്മാണം ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങുവാനുള്ളൊരു കാരണം എന്നാണ് അധികൃതരിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ നിപ്പയുടെ ഉറവിടം അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു. കോവിഡ് കേസുകൾ അടക്കം ക്രമാതീതമായി വർദ്ധിക്കുന്നു. വെസ്റ്റിനിൽ ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പകർച്ചവ്യാധികളൊക്കെ തന്നെയും സംസ്ഥാനത്ത് വ്യാപകമായി ഉയരുന്നൊരു സാഹചര്യം. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ല നിപ്പയുടെ ഉറവിടമായിരുന്നു. അപ്പോൾ അതായത് ഇത്തരത്തിലുള്ള പരിശോധനകൾ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വന്തം ജില്ല, അതായത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത്തരത്തിലൊരു ലാബിന്റെ നിർമ്മാണത്തിന് അനുമതി നൽകുമ്പോൾ അതിനെ പിന്തുണയ്ക്കേണ്ട സംസ്ഥാന സർക്കാരാണ് ഈ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നത് എന്ന് തന്നെയാണ് വാസ്തവമായി ഉയർന്നു വരുന്ന കാര്യം. ഇതിനെതിരെ പ്രതിഷേധം വലിയ രീതിയിൽ കടുപ്പിക്കുകയാണ് ആളുകൾ. അതായത് ഇതിന്റെ നിർമ്മാണങ്ങൾ ഓരോ ഘട്ടമായി പൂർത്തീകരിക്കുമെന്ന് ആവശ്യപ്പെടുമ്പോഴും 2024 നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ 2025 ഇനി എപ്പോഴാണ് ഈ ലാബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ഓരോ ദിവസവും അവിടെ പ്രവൃത്തികൾ നടക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയും വർഷം, അതായത് ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുവാൻ ഇത്രയും വർഷം വേണോ എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. എന്തായാലും ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയുടെ കീഴിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. വീണ, ഓക്കെ, ശരി ദിസ്ന. ഏതായാലും വലിയ അനാസ്ഥയായിപ്പോയി. കാരണം ഇത്രയും വളരെ പ്രധാനപ്പെട്ടൊരു കെട്ടിട നിർമ്മാണമൊക്കെ ഇങ്ങനെ വച്ച് വൈകിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് തീരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ആരോഗ്യ വകുപ്പ് ഇങ്ങനെ വല്ലാത്ത അനാസ്ഥകൾ കാണിച്ചു കൂട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്.